സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് കോലിയിലുള്ള ബ്ലാക്ക് ഡയമണ്ട് ലേക്കിലാണ്. അവിടെ നിന്നും നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് വെറും ഒരു 19-20 മിനിറ്റ് അതിനുള്ളിലെത്തും. വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ പൂളിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു രോമാഞ്ചം ഉണർത്തുന്ന ഒരു പേരാണ്. എന്താ പേരെന്നല്ലേ? ഹണിമൂൺ പൂൾ. അപ്പോൾ ആരെങ്കിലും ഹണിമൂണൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്നോളൂ. ഇവിടെ ഇങ്ങനെ ആരും കാണാണ്ട് പതുങ്ങിയിരിക്കുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിപ്പോൾ ഫെർഗസൺ വാലിയിൽ ഇവിടെ ഇങ്ങനെ കുറേ പേര് ടെൻ്റെടുത്ത് താമസിക്കുകയും ഫുഡ് കഴിക്കുകയും ബാർബിക്യൂ ഏരിയ ഹിഡൻ പ്ലേസ് ആണല്ലോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹണിമൂൺ പൂള് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലിംഗ്ടൺ നാഷണൽ പാർക്കിലാണ്. അതായത് ഫെർഗസൺ വാലിയുടെയും കോലിയുടെയും ഇടയിലായിട്ട് അവിടെയാണ് ഈ ഹണിമൂൺ പൂൾ ഉള്ളത്. ക്യാമ്പിങ്ങിന് സ്പെഷ്യൽ ഫെയേഴ്സൊക്കെ ഉണ്ട്. ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഹണിമൂൺ പൂളിൽ നിന്നും 13 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നല്ല അടിപൊളി വെല്ലിംഗ്ടൺ ഡാമിലേക്ക് എത്തുന്നതാണ്. ഇതാണ് വെല്ലിംഗ്ടൺ ഡാം. വളരെ വലിയ ഡാമാണ്. ഡാമിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ട ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു നല്ല ട്രഡീഷണൽ കൾച്ചറുമായിട്ടുള്ള ഒരു രീതികളിലുള്ള കാര്യങ്ങളാണ്. ഇതാണ് വെല്ലിംഗ്ടൺ ഡാം. അവിടെ പോയി കാണാം നമുക്ക്. ഞങ്ങൾ തൃശ്ശൂർ പീച്ച് ഡാമും നമ്മൾ കൊണ്ടടിച്ചിട്ട് മലമ്പുഴ ഡാമും പിന്നെ മറ്റേ മുല്ലപ്പെരിയാർ പൊട്ടാൻ നിൽക്കുന്ന ഡാം. ഇംഗ്ലീഷുകാർ പിളന്നിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാം. അത് പൊട്ടും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ പല വീടുകളും ശരിയാ. എന്തിനാ മുഖത്ത് ഇതൊക്കെ ഇവിടുത്തെ ഇത്രയും വലിയ വിശാലമായ ഡാം കെട്ടാൻ ഇവിടെ നിന്നാണ് കല്ലുകൾ എടുത്തിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്കിൽ വിശ്വസിക്കുമോ? ഇതിൽ കാണുന്നതാണ് കേട്ടോ ത്രോംബോലൈറ്റ്സ്. ഇത് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടുണ്ട് ത്രോംബോലൈറ്റ്സ്. അത് വീഡിയോൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വളരെ കുഞ്ഞിതായിരുന്നു. ഇപ്പോൾ അത് ഫുഡ് കഴിച്ച് ഇത്ര വലുതായി. ഇവിടെ വെള്ളമുള്ള കാരണം ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റണില്ല. അത് അങ്ങ് അറ്റം വരെയൊക്കെ ഉണ്ട് ഈ സംഭവം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതിങ്ങനെ നിറയെ അതിൻ്റെ എന്താ പറയുക സ്മോൾ ട്രോംബോലൈറ്റ്സുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിങ്ങനെ നിറച്ചിങ്ങനെ വരും. ഫുഡ് കഴിക്കുന്നത് വലുതാവും, ഒരുപാടാവും. പണ്ടത്തെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അന്ന് നല്ല കാറ്റുള്ള കാരണം ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഐ എന്നുള്ള മൂവിയിൽ വിക്രം അഭിനയിച്ചിട്ടുള്ള ഒരു ഭാഗത്തൊരു റെഡ് കളറിലൊരു ആൽഗെ അതുണ്ടല്ലോ, അതേമാതിരി തന്നെയാണ് ഇത്. അതിൻ്റെ ഒരു വേറൊരു വെർഷനാണിത്. സൺറെഡ് ഒലീവ്സ് സോസ് കലാമാരി യാത്രയാണെങ്കിലും ഭക്ഷണം നമ്മൾ ഒരിക്കലും മുടക്കം വരുത്താൻ പാടില്ല. സമയങ്ങൾക്ക് ഭക്ഷണം ഭയങ്കര മുഖ്യമാണ് ബിഗില്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 1 ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഞാൻ ഈ കാണിച്ച എല്ലാ വീഡിയോയിലുള്ള എല്ലാ പ്ലേസസും നിങ്ങൾക്ക് പോയിട്ട് വരാവുന്നതാണ്. ഒരു കുഴപ്പമില്ലാതെ എത്താൻ പറ്റും. നല്ല പ്ലാനിങ്ങോട് കൂടി പോവുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, നന്ദി, നമസ്കാരം.